നമ്മളെ നമ്മളാക്കിയ ഇടങ്ങളിലൂടെ ബോധപൂർവം യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയ നമ്മളെ, നമ്മുടെ സന്തോഷങ്ങളെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചെന്ന് വരും. അത്തരത്തിലൊരു യാത്രയുടെ കഥ പറയുകയാണ് വേരുകൾ എന്ന നോവലിൽ. ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്ന് നല്ല നിലയിലെത്തിയ രഘുവിന് ഭാര്യ ഗീതയുടെ ആഗ്രഹത്തിന് വഴങ്ങി തറവാട് വിൽക്കേണ്ടി വരുന്നത് മാനസികമായി വലിയ സംഘർഷമുണ്ടാക്കുന്നു. ഒരാഴ്ചത്തെ അവധിയെടുത്ത് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. എന്നാൽ ഗ്രാമത്തിലെത്തിയ രഘുവിന് തൻ്റെ പഴയ വീടും ചുറ്റുപാടുകളും നൽകുന്ന ബാല്യകാല സ്മരണകളെയും കുടുംബാംഗങ്ങളെയും അവഗണിക്കാൻ കഴിയുന്നില്ല. രഘുവിൻ്റെ ഭാര്യ ഗീതയിലൂടെ പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്വന്തമായ അഭിപ്രായങ്ങളും വ്യക്തിത്വവും നിലപാടുകളുമുള്ള ഗീതയെ ഒരു നെഗറ്റീവ് കഥാപാത്രമായാണ് നോവൽ പ്രസൻറ്റ് ചെയ്യുന്നത്. വിവാഹ ദിവസം രഘുവിൻ്റെ വീട്ടുകാർ വാങ്ങിക്കൊടുന്ന പുടവ നിഷേധിക്കുകയും തൻ്റെ ഇഷ്ടാനുസരണം മാത്രമേ വസ്ത്രം ധരിക്കൂ എന്നും ഗീത നിർബന്ധം പിടിക്കുന്നുണ്ട്. പരമ്പരാഗത ആചാരങ്ങളെയെല്ലാം നിഷേധിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടം സാധ്യമാക്കുകയും ചെയ്യുന്നു. ഒരു വിവാഹിതയായ സ്ത്രീ തൻ്റെ ആഗ്രഹങ്ങൾ ശക്തമായി പ്രകടിപ്പിച്ചാൽ, അവൾ സ്വന്തം ഐഡൻറ്റിറ്റി മുറുകെ പിടിച്ചാൽ, സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്തുമ്പോൾ ഒരു നല്ല ഭാര്യയല്ലാതായി മാറുന്നു എന്ന പരമ്പരാഗത ചിന്തയാണ് ഇവിടെ വ്യക്തമാകുന്നത്. പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള സംഘർഷം ഗീതയിലൂടെ പറയാൻ ശ്രമിക്കുന്നു. ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ സംഘർഷം ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. രഘുവിൻ്റെ അമ്മയും സഹോദരിമാരും മറ്റു മുതിർന്ന സ്ത്രീകളും പരമ്പരാഗതവും ത്യാഗസന്നദ്ധവുമായ സ്ത്രീഭാവം ഉൾക്കൊള്ളുന്നു. അവരുടെ ജീവിതം കുടുംബത്തിനു ചുറ്റും പാരമ്പര്യം സംരക്ഷിക്കുന്നതിൽ, വീട് പരിപാലിക്കുന്നതിൽ ഒക്കെ ഒതുങ്ങി നിൽക്കുന്നു. അവരുടെ കഠിനാധ്വാനത്തിന് പലപ്പോഴും വേണ്ടത്ര അംഗീകാരം പോലും ലഭിക്കുന്നില്ല. പരമ്പരാഗത സമൂഹത്തിലെ സ്ത്രീകളുടെ ത്യാഗത്തിൻ്റെ ജീവിതം ഇവിടെ തുറന്നു കാണിക്കുന്നു. രഘുവിൻ്റെ മൂത്ത സഹോദരിയാണ് അമുലു. ദുരിതപൂർണമായ ഒരു ബാല്യം അനുഭവിച്ചവൾ. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്ന് സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും കഠിനാധ്വാനവും കൊണ്ട് സ്വന്തം നിലനിൽപ്പുറപ്പിച്ച നിശ്ചയദാർഢ്യമുള്ള സ്ത്രീ. രഘുവിൻ്റെ വിദ്യാഭ്യാസം പോലും അവളുടെ തീരുമാനത്തെ തുടർന്നായിരുന്നു. വീട് വിൽക്കാൻ പോകുന്ന കാര്യം രഘു നേരത്തെ അമുലുവിനെ അറിയിച്ചിരുന്നു. പ്രതികൂല മനോഭാവമുണ്ടെങ്കിലും വീട് വിൽക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് അമുലുവാണ്. സ്ത്രീകളുടെ അതിജീവന ശേഷിയും നിശ്ചയദാർഢ്യവും ഇവിടെ മനോഹരമായി ചിത്രീകരിക്കുന്നു. എന്നാൽ വീട് വിൽക്കുന്നത് വളരെ വൈകിയാണ് ലക്ഷ്മി അറിയുന്നത്. ഒരു പൊട്ടിച്ചിരിയോടുകൂടിയാണ് അവൾ രഘുവിൻ്റെ തീരുമാനത്തെ നേരിടുന്നത്. ശോകത്തിൻ്റെ ആ ഭയാനകമായ പൊട്ടിച്ചിരിക്ക് പിന്നിൽ അടക്കി പിടിച്ച എത്രയെത്ര വേദനകളുടെ കഥകളുണ്ടാകും ലക്ഷ്മിക്ക് പറയാൻ. നിർഭാഗ്യം കൊണ്ട് മാത്രം വീടുകൾ നിഷേധിക്കപ്പെട്ടവളാണോ ലക്ഷ്മി എന്ന് തോന്നിപ്പോകും. സ്വന്തം തറവാട്ടിൽ പോലും സഹോദരൻ്റെ ദയയിൽ കഴിയേണ്ടി വരുന്നത് നേരിട്ടുമല്ലാതെയുമായ കുത്തുവാക്കുകളെല്ലാം അവൾ നിശബ്ദമായി സഹിക്കുന്നു. മൗനം അവളുടെ അതിജീവനത്തിനുള്ള ആയുധമായിരുന്നു. അമ്മുലുവിൻ്റെ വിജയകരമായ സാന്നിധ്യം ലക്ഷ്മിയുടെ ജീവിതത്തിലെ പരാജയത്തെ എടുത്തു കാണിക്കുന്നു. സ്നേഹമുള്ള ഒരു പഴയ കാലത്തെ ഓർമ്മ രഘുവിൽ ഉണർത്തുന്നത് ലക്ഷ്മിയാണ്. സ്വന്തമായൊരു നിലനിൽപ്പില്ലാതെ അഭയാർത്ഥിയായി ജീവിക്കേണ്ടി വന്നതിൻ്റെ ദുരിതങ്ങളെല്ലാം അനുഭവിച്ചവളാണ് ലക്ഷ്മി. മതിയായ ചികിത്സ നൽകാത്തതിനെ തുടർന്ന് സ്വന്തം മകനെ പോലും നഷ്ടപ്പെടുത്തേണ്ടി വന്നവൾ. ഇതിലൊക്കെ വലുതായൊരു ദുരന്തം അവളെ കാത്തിരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുമാവാം പുതിയൊരു ലക്ഷ്മി ഉടലെടുക്കുന്നത്. ലക്ഷ്മിയുടെ ജീവിതം സാമ്പത്തികമായി അന്യരെ ആശ്രയിക്കേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും അത് കുടുംബ ബന്ധങ്ങളിൽ വരുത്തുന്ന സമ്മർദ്ദങ്ങളും തുറന്നു കാണിക്കുന്നു. ഇടയിലെവിടെയോ രഘുവിൻ്റെ മറ്റൊരു സഹോദരി സരസ്വതിയുടെ ഭർത്തൃമാതാവായ കാവേരിയെപ്പറ്റി പറയുന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവളാണ് വിധവ. അവൾക്ക് പൊട്ട് തൊട്ടുകൂടാ, പൂവ് ചൂടിക്കൂടാ, ആഭരണങ്ങൾ അണിഞ്ഞുകൂടാ, ശകുനം വന്നുകൂടാ, നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൂടാ. ഒളിപ്പിച്ചു വെച്ച കുങ്കുമച്ചെപ്പിനും മുറിച്ചെടുത്ത തലനാരിഴകൾക്കും പറയാനുള്ളത് കാവേരിയുടെ കണ്ണീരിൻ്റെ കഥ മാത്രമല്ല, കാലങ്ങളായി സമൂഹത്തിൽ ഒരു വിഭാഗം മനുഷ്യർ അനുഭവിച്ചു വരുന്ന അസമത്വത്തിൻ്റെയും അനീതിയുടെയും കഥകൾ കൂടിയാണെന്ന് തോന്നിപ്പോകും. വിധവകൾക്ക് മേലുള്ള സാമൂഹിക നിയന്ത്രണം, എസ്പെഷ്യലി അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ആചാരങ്ങൾ സ്ത്രീകളെ, അവരുടെ സ്വഭാവത്തെയും മാനസികാവസ്ഥയെ പോലും വികൃതമാക്കിയിരുന്നു എന്ന് മനസ്സിലാക്കാം. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് നാട്ടിലെ ആനക്കാരൻ്റെ മകളായ ജാനുവിനോട് രഘുവിന് തോന്നിയ പ്രണയം ഒരു പരാജയമായിരുന്നു. ഇത് അന്നത്തെ കാലത്തെ പ്രേമബന്ധങ്ങൾക്ക് പരമ്പരാഗത സാമൂഹിക തടസ്സങ്ങൾ മറികടക്കാനുള്ള പ്രയാസത്തെ പറ്റിയുള്ളതാണ്. ഗൃഹാതുരതയ്ക്കും തലമുറകളുടെ ഓർമ്മകൾക്കും മണ്ണിനും പറമ്പിനും പൈതൃകത്തിനും ഒക്കെ അപ്പുറം വേരുകൾ എന്ന നോവലിലെ ഓരോ സ്ത്രീ കഥാപാത്രങ്ങളും വ്യത്യസ്തമായ സാമൂഹിക പ്രശ്നങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു.
ലക്ഷ്മിയുടെ 14 വയസ്സുള്ള മകൻ രാമുവിൻ്റെ മരണം വളരെ വൈകാരികമായാണ് നോവലിൽ അവതരിപ്പിക്കുന്നത്. തെരുവു നായ കടിച്ചതിനെ തുടർന്ന് പേവിഷബാധയേറ്റാണ് മിടുക്കനായ രാമു മരിക്കുന്നത്. ഭയാനകവും വൈകാരികവുമായ മരണം. ഈ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ പോലും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. കടലാസ് ദൈവങ്ങളെ എന്നാണ് ദൈവത്തിനെ അഭിസംബോധന ചെയ്യുന്നത്. രാമുവിൻ്റെ മരണം ഇന്നും കണ്ടുവരുന്ന കുറേ പത്രവാർത്തകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അമ്മുലുവിൻ്റെ പക്ഷാഘാതം ബാധിച്ച് ജനിക്കുന്ന ഒരു കുട്ടി വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മരിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ കുട്ടികൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയെ തുറന്നു കാണിക്കുന്നുണ്ട്. തറവാട്ടിലെത്തിയ ശേഷം ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ രഘുവിൻ്റെ മനസ്സിലേക്ക് വരുന്നു. ചുറ്റിലും ഓർമ്മകൾ, എല്ലാവരിലും കഥകൾ. മരങ്ങൾക്കും കാവിനും വീടിനും പറമ്പിനും പുഴയ്ക്കും മരക്കുറ്റികൾക്കും തുരുമ്പെടുത്തൊരു വാളിനു പോലുമുണ്ട് കഥകൾ. ചിലപ്പോഴൊക്കെ പല കഥകളും രഘുവിനെ അസ്വാസ്ഥ്യപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ പോലും സന്തോഷകരമായ കഥകൾ ഇവിടെ കേൾക്കാറില്ല. ദുരന്തങ്ങളുടെ കഥകൾ സമൃദ്ധിയാണ്. ഈ നാട്ടിൻപുറം ശപിക്കപ്പെട്ടതാണോ? ഇവിടെ ഒന്നും വളരുകയില്ലേ? ആരും നന്നാവില്ലേ? എങ്ങും വേദനകളാണ്, തകർച്ചയാണ്. താൻ ഒരിക്കലും ഇവിടെ വേര് പിടിച്ചു നിന്നുകൂടാ, പോകണം, എല്ലാം വിറ്റിട്ട് പോകണം എന്നതൊക്കെ രഘുവിൻ്റെ മനസ്സിലൂടെ പലപ്പോഴും കടന്നു പോകുന്നുണ്ട്. ഗ്രാമത്തിൻ്റെ ചുറ്റുപാടുകൾ നൽകുന്ന സമാധാനത്തിനപ്പുറം അതിൻ്റെ പരിമിതികളും തുറന്നു കാണിക്കുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും വരെ നയിക്കുന്ന മാനസിക പ്രശ്നങ്ങളും ചികിത്സാ സംവിധാനങ്ങളുടെ അഭാവവും പരിമിതമായ സൗകര്യങ്ങളും വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെല്ലാം വേരുകൾ എന്ന നോവലിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വീടും പറമ്പും വിൽക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് ഗ്രാമത്തിലെ ബന്ധങ്ങളുടെ വിശുദ്ധിയിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നതിനൊപ്പം തന്നെ പ്രകൃതിയെ നിലനിർത്തുക എന്നൊരു സന്ദേശം കൂടി ഈ നോവൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ നോവൽ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി മാറുന്നത്. രഘു വിൽക്കാൻ ശ്രമിക്കുന്ന മണ്ണും പറമ്പും കേവലം വസ്തുവകകളല്ല, മറിച്ച് തലമുറകളുടെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ വേരുകളായി മാറിയ പ്രകൃതിയുടെ ഒരു ഭാഗവുമാണ്. പ്രകൃതിയുടെ ഈ പച്ചപ്പ് നശിപ്പിക്കുന്നത് സ്വന്തം അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. വേരുകൾ മണ്ണിലാണ്, മനുഷ്യനും മരങ്ങൾക്കും. തൻ്റെ വളർച്ചയിലും തളർച്ചയിലും കൂടെ നിന്ന് തൻ്റെ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും സാക്ഷിയായ സ്നേഹവും ധൈര്യവും ആത്മവിശ്വാസവും തന്ന മനുഷ്യരോട്, അതിജീവനത്തിൻ്റെ പാഠം പഠിപ്പിച്ച ചുറ്റുപാടിനോട് നന്ദിയല്ലാതെ മറ്റെന്താണ് മനുഷ്യനെ രേഖപ്പെടുത്താനുള്ളത്? എ ബ്യൂട്ടിഫുൾ മലയാളം നോവൽ വേരുകൾ ബൈ മലയാറ്റൂർ രാമകൃഷ്ണൻ.